സൗദിയിലെ അന്തേവാസിയായിരുന്നപ്പോൾ പലതവണ ബഹ്റൈനിൽ പോയിരുന്നെങ്കിലും പല സ്ഥലങ്ങളും കാണാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ബഹ്റൈനിലെ അന്തേവാസിയായപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചത് ബഹ്റൈൻ മുഴുവനായും ഒന്ന് കാണുക എന്നതായിരുന്നു. ഇന്നത്തെ യാത്ര ഡ്രാഗൺ സിറ്റിയിലോട്ടാവാമെന്നായിരുന്നു ബൈജുവിന്റെ നിർദ്ദേശം. പിന്നെ വൈകാതെ ബഹ്റൈനിൽ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകളും കിട്ടുന്ന ഹബ്ബായ മനാമ ബസ് സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നും അടുത്ത വണ്ടിയിൽ ഞങ്ങൾ ഡ്രാഗൺ സിറ്റി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ചൈനയും തായ്ലാന്റും പോയാൽ കിട്ടുന്ന ഒരു വൈബുള്ള ഡ്രാഗൺ സിറ്റിയിൽ എത്തിച്ചേർന്നു. ചൈനയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു സ്ഥലം, സോളാർ പവർ നന്നായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടം. എങ്ങനെയാണ് ഇത്രയും നന്നായി അതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന ആലോചനയിലായിരുന്നു ഞങ്ങൾ. രാത്രിയിൽ അവിടെ എത്തിയാലേ അവിടുത്തെ ദീപാലങ്കാരങ്ങൾ ആസ്വദിക്കാൻ കഴിയൂ. അവിടം മുഴുവനായും കണ്ടു തീർക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. പല സ്റ്റാളുകളിലും ചൈനക്കാർ തന്നെയാണ് നടത്തിപ്പുകാർ. നമ്മൾ ഇന്ത്യക്കാർ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന രാജ്യത്തിന്റെ പേരാണ് ചൈന. പക്ഷേ അവർക്ക് ഇന്ത്യ അത്ര പരിചിതമല്ലാത്ത പോലാണ് അവരുടെ പെരുമാറ്റം. ഏതായാലും അവിടുത്തെ കാഴ്ചകളും ചില്ലറ പർച്ചേസുകളുമായി ഞങ്ങൾ ആ ദിനം തള്ളി നീക്കി.